ഈ ചെള്ള് പട്ടികളിലായാലും പൂച്ചകളിലായാലും 3 തരത്തിലുണ്ട്. ടിക്ക് ഫീവറിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവർ ഇഷ്ടംപോലെ പേരുണ്ടാവും. ഹ്യൂമൻസിൽ കാണുന്ന അല്ലെങ്കിൽ മനുഷ്യനിൽ കാണുന്ന പേനല്ല, ഡോഗിൻ്റെ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള ലൈസാണ് ഉള്ളത്. ഈ ബാഹ്യപരാധങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. അല്ല കേട്ടോ, വളരെ അപകടം പിടിച്ചതാണ് ചെള്ളുപനി. നായ്ക്കളിലെയും പൂച്ചകളിലെയും ചെള്ളുകടി. ചെള്ള് എന്ന് പറയുന്നത് ഈ ബാഹ്യപരാധങ്ങൾ, അതായത് തൊലിപ്പുറത്ത് കാണുന്ന ചെറിയ ജീവികൾ, ചെറിയ പരാതങ്ങൾ, അതിന് കളക്റ്റീവായിട്ട് പറയുന്ന ഒരു വാക്കാണ് ചെള്ള്. ഈ ചെള്ള് പട്ടികളിലായാലും പൂച്ചകളിലായാലും 3 തരത്തിലുണ്ട്. ടിക്സ്, ഫ്ലീ, ലൗസ്. ടിക്സ് എന്നതിന് മലയാളം പദമില്ല. ടിക്ക് നമ്മൾ മൂട്ടയെ പോലെ രക്തം കുടിച്ച് വലുതായി വലുതായി വീർത്ത് വരുന്ന ആ ചെള്ളിനെ കണ്ടവർ എല്ലാവരും ഉണ്ടാവും, കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഡോഗ്സിന് കാണപ്പെടുന്ന സാധനങ്ങളാണ് ടിക്സ്. ചെള്ള് പരത്തുന്ന ഒരു പ്രത്യേക രോഗമാണ്, അണുബാധയാണ് ടിക്ക് ഫീവർ. ഇത് രണ്ടാമത്തെ ജീവിയാണ് ഫ്ലീ. ഫ്ലീ ആണ് യഥാർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ ചെള്ള് എന്ന് പറയുന്നത്. എന്താണ് ടിക്കും ഫ്ലീയും തമ്മിൽ വ്യത്യാസം? ടിക്സ് വളരെ പതുക്കെ, വളരെ സ്ലോ ആയിട്ട് മാത്രമേ മൂവ് ചെയ്യുള്ളൂ തൊലിപ്പുറത്തൂടെ. ഫ്ലീ ആണെങ്കിൽ വളരെ വേഗത്തിൽ മൂവ് ചെയ്ത് പോകും. നിങ്ങൾ കാണാൻ പറ്റുമത്. ഇനി 3ാമത്തെ വർഗ്ഗമാണ് ലൗസ് അഥവാ പേൻ. പേൻ നമ്മുടെ തലയിലുമുണ്ട്, മനുഷ്യൻ്റെ തലയിൽ പേനുണ്ട്. നമ്മൾ പെഡിക്കുലസ് ഹോമിനിസ് എന്നാണ് പറയുന്നത്, മനുഷ്യൻ്റെ ഹ്യൂമൻ ലൗസ്. അതുപോലെ തന്നെ നായ്ക്കൾക്കും അല്ലെങ്കിൽ പൂച്ചകൾക്കൊക്കെ ലൗസ് ഉണ്ട്, നായ്ക്കൾക്ക് ലൗസ് ഉണ്ട്. അപ്പോൾ ഈ 3 തരത്തിലെ പരാതങ്ങളാണ് ടിക്സ്, ഫ്ലീസ് ആൻഡ് ലൗസ്. ഈ 3 പരാതങ്ങളാണ് ഈ രോമക്കുപ്പായത്തിൽ മറഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഒളിയാതെ ഒളിഞ്ഞുമൊക്കെ ഇരുന്ന് അലർജി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വളരെ ശല്യക്കാരായിട്ടുള്ള പരാതങ്ങൾ, ബാഹ്യപരാതങ്ങൾ. ഈ ബാഹ്യപരാതങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി ടിക്സും ഫ്ലീയും അതിൻ്റെ ജീവിത ചക്രത്തിൽ നല്ലൊരു സമയം അത് ശരീരത്തിന് പുറത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒഴിവാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പേനുകൾ അഥവാ ലൗസ് അതിൻ്റെ ജീവിതചക്രം മുഴുവൻ ജീവിച്ചു തീർക്കുന്നത് ഡോഗിൻ്റെ സ്കിന്നിൽ തന്നെയാണ്. അതുകൊണ്ട് അതിനെ കൊല്ലുവാനും നശിപ്പിക്കുവാനും അതിൻ്റെ ഒരു ശല്യം ഇല്ലാതാക്കുവാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്താണ് ടിക്സും ലൗസും ഫ്ലീയൊക്കെ ഉണ്ടാക്കുന്ന ശല്യങ്ങൾ? ഒന്നാമതായി ടിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ടിക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ 8 കാലുള്ള ആ ജീവി. ചില ആൾക്കാർ അതിനെ, ചില സുഹൃത്തുക്കൾ 8 കാലി എന്നൊക്കെ പറയാറുണ്ട്. ആ 8 കാലുള്ള ആ ജീവി നമ്മൾ കാണാം, വളരെ ചോര കുടിക്കാതിരിക്കുന്ന പ്രായത്തിൽ വളരെ ചെറുതായിരിക്കും. പിന്നീട് കാലാന്തരത്തിൽ ചോര കുടിച്ച് വലുതായി ചിലപ്പോൾ ഒരു ഗോലിയുടെ അത്ര വലിപ്പത്തിൽ രക്തം കുടിച്ച് വീർക്കുവാനുള്ള കഴിവ് അതിനുണ്ട്. അത് രക്തം കുടിക്കുന്നതിനൊരു തോതുണ്ട്. 0.01 ml/kg/day ടിക്ക്, അത്രയും അതിന് കുടിക്കാൻ പറ്റും. അതായത് 100 ടിക്കുകൾക്ക് ഉദ്ദേശം 1 മില്ലിയോളം ചോര ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീർക്കുവാൻ സാധിക്കും. അപ്പം അത്രയും അതിന് ബ്ലഡ് ലോസ് ഉണ്ടാക്കുവാൻ സാധിക്കും. അത് 100-ൽ കൂടുതൽ ആയിരക്കണക്കിനുണ്ടെങ്കിലോ വീണ്ടും അതിന് ഡോഗിന് അനീമിയ ഉണ്ടാകുക, രക്തക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോഗ്സിൻ്റെ ദേഹത്തേക്ക് ഈ ടിക്സിനും ഫ്ലീക്കുമൊക്കെ അതിൻ്റെ മൗത്ത് പാർട്സിൽ അടങ്ങിയിരിക്കുന്ന ചില അണുക്കൾ, അനാപ്ലാസ്മ, എർലീഷ്യ, ബെബീഷ്യ, അങ്ങനെയുള്ള ഹീമോസൈറ്റോസോൺ എന്നൊക്കെ പറഞ്ഞ ചില പാരസൈറ്റ്സ് അതിൻ്റെ അകത്തേക്ക്, ശരീരത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോകുവാനും അത് ഉണ്ടാക്കുന്ന വളരെ പ്രകടമായ രോഗം സൃഷ്ടിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് ചെള്ളുപനി അഥവാ ടിക്ക് ഫീവർ എന്ന് പറയുന്നവരല്ല കേട്ടോ, വളരെ അപകടം പിടിച്ചതാണ് ചെള്ളുപനി. അതുകൊണ്ട് തന്നെ ഈ ചെള്ളുകളെയൊക്കെ അകറ്റുവാനുള്ള എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, പ്രകടമായിട്ടുള്ള ഒരു അസുഖങ്ങളും പേൻ ഉണ്ടാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ സാധുവൊന്നുമല്ല, അവൻ കണ്ടമാനം ചോര വലിച്ചു കുടിക്കുന്നുണ്ട്, കണ്ടമാനം കോശങ്ങൾ തിന്നു തീർക്കുന്നുമുണ്ട്, അലർജി ഉണ്ടാക്കുന്നുമുണ്ട്. അവൻ പറഞ്ഞു വരുന്നത് ശല്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ശല്യം ചോര കുടിച്ച് തീർക്കുന്നു. രണ്ടാമത്തെ ശല്യം ഇത്തരത്തിലുള്ള മഹാമാരികൾ, രോഗങ്ങൾ മൃഗങ്ങൾക്ക്, നായ്ക്കൾക്കും പൂച്ചകൾക്കും കൊടുക്കുന്നു. മൂന്നാമതായിട്ട് ഇത് കടിക്കുമ്പോൾ അതിൻ്റെ മൗത്ത് പാർട്സിൽ നിന്നും പ്രത്യേകിച്ച് ഉഗ്രശക്തിയുള്ള ചില കെമിക്കലുകൾ അകത്തേക്ക് കടന്നുകൂടുകയും ഈ കെമിക്കലുകൾ കുത്തിവയ്ക്കപ്പെടുകയും ഈ കെമിക്കലുകൾ ഒരുതരം ഇറിറ്റേഷൻ, അലർജി ശരീരത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനെ ഫ്ലീ ബൈറ്റ് അലർജി, ഫ്ലീ ബൈറ്റ് അലർജിക് ഡെർമറ്റൈറ്റിസ്, ഫ്ലീ ബൈറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നൊക്കെയാണ് ഞങ്ങളുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. ഇത് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ സ്കിൻ ഡിസീസിനെ പറ്റി പറയുമ്പോൾ ഇത്തരത്തിലുള്ള രോഗത്തെ പറ്റിയൊക്കെ പരാമർശിച്ചിരുന്നു.
അപ്പം അത്തരത്തിലുള്ള ഈ 3 കാര്യങ്ങളാണ് ഈ ചെള്ളുകൾ ഉണ്ടാക്കുന്ന രോഗാവസ്ഥകൾ. ഇനി ഈ ചെള്ളുകൾ അല്ലെങ്കിൽ ഈ ബാഹ്യപരാധങ്ങളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഇല്ലാതാക്കാം? നിലവിൽ പലതരം മരുന്നുകൾ ഉണ്ട്. ദേഹത്ത് സ്പ്രേ ചെയ്യുന്ന മരുന്നുകളുണ്ട്, ഡിപ്പ് ചെയ്യുന്ന മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുന്ന മരുന്നുകളുണ്ട്, സ്പോട്ട് ഓണുകളുണ്ട്, പൗഡറുകളുണ്ട്, ക്രീമുകളുണ്ട്, അതുപോലെ തന്നെ അകത്തേക്ക് കൊടുക്കുന്ന ഗുളിക പോലുമുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, 95-ൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് അന്ന് കാണപ്പെടുന്ന ചെള്ളിൻ്റെ ഒരു റെസിസ്റ്റൻസ് അല്ല അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പല മരുന്നുകൾക്കും പല ചെള്ളുകളും റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു, പ്രതിരോധം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് കാലാന്തരത്തിൽ ഇത്രയും വർഷത്തെ പ്രാക്ടീസിൽ ഞാൻ കണ്ടത് കാലാന്തരത്തിൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടും മുൻപ് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ടതും നല്ല എഫിഷ്യൻ്റായിട്ടുള്ള പല ഡ്രഗുകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. ഭാഗ്യത്തിന് പുതിയ മരുന്നുകൾ എമർജ് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളുടെ മാർക്കറ്റിൽ ഉള്ളിലേക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് രൂപത്തിലും സിറപ്പ് രൂപത്തിലുമൊക്കെ ചെള്ളിനെ കൊടുക്കാൻ സാധിക്കുന്ന വളരെ സേഫായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. അപ്പം ഏതെങ്കിലും മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ടിക്സിനെയും ഫ്ലീയെയും ലൗസിനെയും ഒഴിവാക്കിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശല്യങ്ങളും ഇത്തരത്തിലുള്ള അസുഖങ്ങളുമൊക്കെ നമ്മളുടെ പൊന്നോമനകളെ തേടി വരുവാൻ സാധ്യതയുണ്ട്. നമ്മളെ പൊന്നോമനകളെ രക്ഷിച്ചെടുക്കുവാൻ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവിധ ശാസ്ത്രീയമായിട്ടുള്ള നടപടികളും നിർബന്ധമായും ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക.